Hi, I'm Dr. Priyanka Shyam, consultant in glaucoma and cataract services at Eye Foundation Super Speciality Eye Hospital, Cochin, Kerala. എന്താണ് ഗ്ലോക്കോമ? കണ്ണിന്റെ സമ്മർദ്ദം കൂടുന്നത് മൂലം കാഴ്ച ഞരമ്പിന് സംഭവിക്കുന്ന ക്ഷതത്തിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. കണ്ണിനുള്ളിൽ അക്വസ് ഹ്യൂമർ എന്നൊരു ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിന്റെ നിർഗമന പാതയിൽ എന്തെങ്കിലും രീതിയിൽ ഒരു തടസ്സം അനുഭവപ്പെടുകയാണെങ്കിൽ അത് കാഴ്ച ഞരമ്പിനെ ക്ഷതം ഏൽപ്പിക്കാനും അതുമൂലം ഗ്ലോക്കോമ എന്ന അസുഖം സംഭവിക്കാനും ഇടവരുത്തുന്നു. ഗ്ലോക്കോമ മുഖ്യമായിട്ടും രണ്ട് തരത്തിലുള്ള ഗ്ലോക്കോമ ആയിട്ടാണ് പറയപ്പെടുന്നത്. ആദ്യത്തേത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയും. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് 40 വയസ്സിന് ശേഷം കാണപ്പെടുന്ന ഗ്ലോക്കോമയാണ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പാരമ്പര്യമായിട്ട് കാണപ്പെടുന്ന അസുഖമാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. പിന്നുള്ളത് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് അതീവമായിട്ടുള്ള വേദനയായിട്ടോ തലവേദനയായിട്ടോ പേഷ്യന്റ് വരാം. അതുകൊണ്ട് തന്നെ ഇതിന് അക്യൂട്ട് ഗ്ലോക്കോമ ആയിട്ടാണ് പറയപ്പെടുന്നത്. പിന്നുള്ളത് കായികപരമായുള്ള ക്ഷതം മൂലം കണ്ണിനേൽക്കുന്ന ക്ഷതം മൂലം ഗ്ലോക്കോമ വരാം. അത് ട്രോമ ഇൻഡ്യൂസ് ഗ്ലോക്കോമ എന്ന് പറയും. പിന്നുള്ളത് ഒത്തിരി കാലയളവിൽ സ്റ്റീറോയിഡ് മരുന്നുകൾ ഇൻഹേലറിന്റെ രൂപത്തിലോ ഗുളികയായിട്ടോ ഒരു രോഗി എടുക്കുകയാണെങ്കിൽ സ്റ്റീറോയിഡ് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമ വരാം. സ്റ്റീറോയിഡ് മൂലം കണ്ണിൽ ഗ്ലോക്കോമ വരാം. പിന്നെ ഉള്ളത് സ്ട്രക്ചറൽ അനോമലീസ് ഓഫ് ദ ഐ എന്ന് വെച്ചാൽ കണ്ണിൽ ജന്മനാ ഉള്ള കുറച്ച് സ്ട്രക്ചറൽ വേരിയേഷൻസ് കൊണ്ട് കണ്ണിൽ വരുന്ന ഗ്ലോക്കോമയും ഉണ്ട്. അതിനെ പറയുന്നതാണ് സ്യൂഡോ എക്സ്പോളേഷൻ ഗ്ലോക്കോമ, പിഗ്മെന്ററി ഗ്ലോക്കോമ, അങ്ങനെ പലതരം ഗ്ലോക്കോമസ് ഉണ്ട്. പിന്നെ ജന്മന കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ഗ്ലോക്കോമ ഉണ്ട്. അതിന് കൺജന്റൽ ഗ്ലോക്കോമ എന്നും പറയും. ഒരു രോഗിക്ക് ഗ്ലോക്കോമ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും ഈ ഗ്ലോക്കോമ സ്ക്രീനിങ്ങിന് വിധേയനാകണം. 40 വയസ്സിന് ശേഷമുള്ള എല്ലാ രോഗികളും ഒരു സമഗ്ര നേത്രരോഗ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനൊരു പരിശോധനയ്ക്ക് വിധേയനാകുമ്പോൾ അവരുടെ കണ്ണിന്റെ പ്രഷർ, പിന്നെ ആംഗിൾ സ്ട്രക്ചേഴ്സ് നോക്കുന്ന ഗോഡിയോസ്കോപ്പി എന്ന് പറയുന്ന ലെൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റ്, പിന്നെ ഫീൽഡ് ടെസ്റ്റിംഗ്, പെരിഫറൽ വിഷൻ അല്ലെങ്കിൽ സൈഡ് വിഷനെ അളക്കുന്ന ഒരു ഫീൽഡ് ടെസ്റ്റ്, പിന്നെ ഒപ്റ്റിക് നെർവ് സ്കാനിങ്, ഇത്രയും ടെസ്റ്റുകൾക്ക് വിധേയനാകുമ്പോൾ മാത്രമേ നമുക്ക് ഗ്ലോക്കോമേനെ ഏർലി സ്റ്റേജസിൽ അതിന്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതുമാണ്. ഗ്ലോക്കോമയിൽ നൂതന ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്. അത് തുള്ളിമരുന്നിന്റെ രൂപത്തിലാണെങ്കിൽ പ്രോകൈനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഡ്രോപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ലേസർ ചികിത്സാ രീതിയിൽ മൈക്രോപൾസ് ഡയോഡ് ലേസർ എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇത് അഡ്വാൻസ്ഡ് ഗ്ലോക്കോമയിൽ പേഷ്യന്റിന് അധികമായിട്ടുള്ള പെയിനോ കാഴ്ച മങ്ങൽ ഒത്തിരിയുള്ള പേഷ്യൻസിനാണ് നമ്മൾ മൈക്രോപൾസ് ഡയോഡ് ലേസർ. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷനിലാണെങ്കിൽ മിനിമലി ഇൻവേസീവ് ഗ്ലോക്കോമ സർജറീസ് ആണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് പാരമ്പര്യമായിട്ടുള്ള ട്രബിക്കുലേറ്ററി സർജറിയിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തത എന്ന് വെച്ചാൽ രോഗിക്ക് പെട്ടെന്ന് തന്നെ അവരുടെ നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ടും പോകാനും, പിന്നെ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ തയ്യലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പേഷ്യന്റ് കുറെ കൂടെ കംഫർട്ടബിൾ ആണ് ഈ സർജറീസ്. ഇതെല്ലാം ഇപ്പോഴത്തെ റീസെന്റ് അഡ്വാൻസ്മെന്റ്സ്.